ഹലോ. അപ്പോൾ ഇതാ ഇന്ന് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് പേര് പറഞ്ഞ് ബിൽഡപ്പ് ഇടാത്തത്. കിട്ടിയ പാടെ വെട്ടി കണ്ടിച്ച് നേരെ ചട്ടിയിലോട്ടേക്കാക്കി ഉപ്പും ഒക്കെ പാടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഉരവിയെടുത്ത് കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് വൃത്തിയായി കിട്ടും കേട്ടോ. അതിൻ്റെ അഴുക്കും കാര്യങ്ങളും ചെതമ്പലും സ്മെല്ലും ഒക്കെ ഒന്ന് പെട്ടെന്ന് പോയി കിട്ടും. ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓവർ മസാലാസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആ മീനിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് ഇല്ലാണ്ടാവും. അപ്പോൾ അത് ഇത്രയും നല്ലപോലെ ആഡ് ചെയ്തിട്ട് കൈ വെച്ച് തിരുമിയതിന് ശേഷം ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ ചൂടായതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട്. മീൻ മുട്ട ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയ മുട്ട തന്നെ ആയിരുന്നു. അത് മീനിൻ്റെ സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. ഈ മീനിനായാലും ചിക്കനായാലും എരിവ് കുറച്ച് മുന്നേ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റിങ് കിട്ടുകയുള്ളൂ. ഓവർ മസാല ഇടുമ്പം ആ മീനിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ടേസ്റ്റ് എന്താ പറയുക ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്.